ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയി. ഇപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്, 5 കഴിഞ്ഞു, 5:10 ആയി. അപ്പോൾ പതിവുപോലെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് നേരെ ജിമ്മിലോട്ട് പോകണം. അപ്പോൾ രാവിലെ നമുക്ക് ആദ്യം അരി വെക്കാം. അരി എപ്പത്തിട്ട് ഇടാം, അതാകുമ്പോൾ എന്താ ഇച്ചിരി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചാസ്റ്റിലേക്ക് വെക്കാമല്ലോ. അപ്പം കലമൊക്കെ എടുത്തോണ്ട് വരട്ടെ. വെള്ളം ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അരിയൊക്കെ എടുത്തുകൊണ്ട് കഴുകിക്കൊണ്ട് വരാം. രാവിലെ ഒരു കട്ടൻ കുടിച്ചാലേ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഓണാകും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി എടുത്തോട്ട് വെച്ചു. സിമ്പിൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അരി കൂടി കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെടുത്ത് നേരെ തിളച്ച് കഴിയുമ്പോൾ ചാക്സിലേക്ക് വെച്ചിട്ട് ഞാനങ്ങ് പോകും. പിന്നെ ഇന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസിൽ പോകാറാകുമ്പോഴത്തേക്ക് ഞാൻ ചോറ് ഊറ്റി എടുക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് വേഗത്തുള്ളൂ. ഭയങ്കര താമസമുള്ള അരിയാണ്. ഇന്ന് കറിക്കുള്ളതെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് മെഴുക്കുവരട്ടി, വെണ്ടയ്ക്കായും ഉരുളക്കിഴങ്ങും കൂടി മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള കറി. പിന്നെ സോയാ ചങ്ക്സ് ഇല്ലേ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് കുറച്ച് ഇരിപ്പുണ്ട്, അത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം ഇന്ന് പിന്നെ ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് ഓംലേറ്റ് ആക്കുവാണ്. എളുപ്പപ്പണിയാണ് ഇന്ന് കറിയൊന്നും വെക്കാൻ മടിയായിരുന്നു. ഇന്നലെ ഒന്നും അരിഞ്ഞൊന്നും വെച്ചില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ഇങ്ങനത്തെ 3 കറികളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അരി ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വെക്കണമെന്ന് അമ്മയൊക്കെ പറയാറുണ്ട്. എനിക്കറിയില്ല എന്തിനാണ്, പക്ഷെ അരി ഇട്ട് കഴിഞ്ഞാൽ തടി കൊണ്ടൊന്ന് ഇളക്കണമെന്ന് പറയും. ഞാനും ഇളക്കി കൊടുക്കാം. നമുക്ക് കാപ്പിയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കട്ടൻ കാപ്പിയാണ് എല്ലാവരും, ചേട്ടൻ മാത്രമേ ഗ്രീൻ ടീ. അപ്പം ഞാൻ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ള കാപ്പി ഏറെ ഞാൻ എടുത്തു വെക്കാറുണ്ട്. ഞാനതൊരു 1/4 ഗ്ലാസ് കാപ്പി കുടിക്കും. മധുരം കുറച്ചാണ് ഇടുന്നത് കാപ്പിക്ക്. എല്ലാവർക്കും മധുരം കുറച്ച് മതി, അതുകൊണ്ട് കുറച്ച് മധുരം ഇട്ടിട്ട് കാപ്പി എടുത്ത് വെക്കാറുണ്ട്. പഞ്ചസാരയൊക്കെ ഒഴിയുന്ന അരിഞ്ഞ് കാപ്പി തിളച്ച് വെട്ടപ്പോഴത്തെ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് പുറത്ത് വെക്കണം. അരിഞ്ഞ് വെച്ചെല്ലാം കൂടെ എടുത്ത് പുറത്ത് വെക്കട്ടെ. കാപ്പി വെള്ളമൊക്കെ തിളയ്ക്കാറായിരുന്നു. അപ്പം നമുക്ക് പഞ്ഞി കപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ സമയം ഓടുക. പിന്നെ എനിക്കറിയില്ല എതിരെയായി നേരം എല്ലാം മുടിഞ്ഞത് പോകുന്നതാണ്. ഞാൻ വിചാരിക്കും ഒരുപാട് സമയമുണ്ടല്ലോ, പക്ഷെ സമയം ഓടിപ്പോകുന്നുണ്ട്. അപ്പം ഇതിങ്ങോട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുപ്പത്തോട്ട് തന്നെ മെഴുക്കുവരട്ടി അങ്ങോട്ട് വെക്കാം. പൊടി തീരെ കുറച്ച് മതി എല്ലാവർക്കും. ഒരുപാട് പൊടി അങ്ങോട്ട് ഇടുന്നത് ഇഷ്ടമല്ല. ഒരു കമർപ്പ് ഫീൽ ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. ഞാൻ എല്ലാം കൂടി മെഴുക്കുവരട്ടിക്കുള്ള എല്ലാം കൂടി പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി അരിഞ്ഞത് ഇതുപോലെ ശകലം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് ഫുൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് വേണം വേവിക്കാം. പക്ഷെ അതങ്ങോട്ട് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹെൽത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം താഴെ ഉരുളക്കിഴങ്ങ് വേണ്ട വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. തിളച്ച് വരുന്നുണ്ട് കാപ്പി. പാകത്ത് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാപ്പി അങ്ങോട്ട് വാങ്ങാം. എന്നിട്ട് അടുപ്പത്തോട്ട് തന്നെ ഇത് കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇടാം. അപ്പം മെഴുക്കോട്ട് നമുക്ക് വെള്ളമൊക്കെ പറ്റി കാണും. ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ഇത് നമുക്കൊന്ന് നിരത്തി ഇടാവേ. വെള്ളം എല്ലാം പറ്റി നന്നായിട്ടൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നിരത്തി ഇടാം. ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതാകുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരു 4-5 മിനിറ്റ് കൂടി കിടന്നു കഴിയുമ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാവും. ചോറും തിളച്ച് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് അടപ്പൊക്കെ മാറ്റി വെച്ച് കൊടുക്കാം. ആ സമയം കൂടെ നമുക്ക് മുട്ടയ്ക്കുള്ളതെല്ലാം അരിഞ്ഞെടുക്കാം. സവാളയും പച്ചമുളകും ഞാൻ എടുത്ത് അരിയാൻ വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. 2 മുട്ട കൂടി പൊട്ടിച്ചുട്ടി നമുക്ക് ഇതൊന്ന് എല്ലാം കലക്കി വെച്ചിട്ട് വന്നിട്ട് പൊരിച്ചെടുക്കുന്നുള്ളൂ. ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളം ഒന്നും പറ്റി എണ്ണയൊക്കെ എത്തുന്ന കിടന്ന് ഫ്രൈ ആവട്ടെ നമ്മുടെ മെഴുക്കുവരട്ടി. ചോറ് നന്നായിട്ട് തിളച്ചു. അപ്പം നമുക്ക് അതൊന്ന് കുറച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നമ്മുടെ മെഴുക്കുവരട്ടി എന്തായി നോക്കട്ടെ. ഇച്ചിരി കൂടി ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ. അപ്പം അതുവരെ നമുക്കിതൊന്ന് നിരത്തിയിടാം. നിരത്തിയിടുന്ന ആ സമയത്ത് നമുക്ക് ഒരു 2-3-4 മിനിറ്റ് കൂടെ മതി. ഫ്രൈ ആയി വന്നോളും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മുട്ട പൊരിക്കാൻ ഉള്ളതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചാൽ വന്ന് കഴിയുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ അതുകൂടി 2 പച്ചമുളകും 1 സവോളയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് അരിഞ്ഞെടുക്കാം.
മുട്ട ഇപ്പോഴേ നമുക്ക് പൊരിക്കണ്ട, തണുത്ത് പോകത്തില്ലേ. അപ്പം ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെ പോകാറാകുമ്പോഴത്തേക്ക് എനിക്ക് മുട്ട പൊരിച്ചെടുത്താൽ മതി. ചപ്പാത്തിക്കാണ് ഇന്ന് മുട്ട പൊരിച്ചത്. അപ്പം ചോറിനും വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തേക്കുന്നത്. ചോറിന് പൊതി കൊണ്ടുപോകാനായിട്ട് ചേട്ടന് മുട്ട എന്നും വേണം. മീനില്ലെങ്കിൽ മുട്ടയാണ് ഇഷ്ടം. അപ്പോൾ അതും കൂടി അങ്ങ് കലക്കി വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് നേരെ എടുക്കുക, പൊരിച്ചെടുക്കുക. കല്ലിലോട്ട് ഒഴിച്ച് ഇത് പൊരിച്ചെടുത്താൽ മതി. അപ്പം അതൊന്ന് കലക്കി വെക്കാം എന്ന് വിചാരിച്ചാണ്. ഇപ്പം ഇവിടെ നിൽക്കുമല്ലേ, അപ്പോൾ ആ സമയത്ത് നമുക്കിത് ചെയ്ത് വെക്കാം. പിന്നെ ചെയ്യാം, അല്ലേ വന്നിട്ട് ചെയ്യാനൊക്കെ വിചാരിച്ചാൽ പിന്നെ എല്ലാം മടിയുക. അപ്പോൾ ഇതാകുമ്പോൾ ഈ ഒരു കോയിലൊന്ന് പൊക്കോളും. ഇതുപോലെ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കും ഞാൻ സവോള. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം മുട്ട പൊരിക്കുന്ന സമയത്ത്. ചോറിനകത്ത് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാക്സിന് വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കുറയും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ചോറ് നല്ല എന്താ ചോറിങ്ങനെ മുകളിൽ കയറി വരും, വെള്ളം കീഴെ പോയിട്ട്. അപ്പം വെക്കുമ്പോൾ കാലത്ത് വെക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇവിടെ മെഴുക്കുവരട്ടി ഇവിടെ നന്നായിട്ട് ഒക്കെ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയെല്ലാം പറ്റി, ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല ഞാൻ, ഇത് മതി. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് വാങ്ങിയേക്കാം. ഇത് മതി. ഇതങ്ങോട്ട് വാങ്ങി വെക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമുണ്ട്, ഇത് അടുപ്പത്ത് വെച്ചിട്ട് തിളച്ച് വരട്ടെ. ഒന്ന് ഉരച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചെറിയ പാത്രം വെച്ചത്. ഒരു 5-6 സോയാ ചങ്ക്സേ ഉള്ളൂ. വാങ്ങിച്ചതിൻ്റെ ബാലൻസ് ഇരുന്നതാണേ, കാണാതിരുന്നതാണ്. അപ്പം അത് വെള്ളം ഉരച്ച് കഴിയുമ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കാം. മെഴുക്കുവരട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം, എൻ്റെ കൈ മുട്ടി കൈ പൊള്ളും. ഒഴിച്ച് വെള്ളം ചൂടാവട്ടെ കഞ്ഞിയുടെ. അത് കഴിയുമ്പോൾ കഞ്ഞി കൂടി നമുക്ക് എടുത്ത് മാറ്റാം. അരിയാൻ പോയാൽ ആ സമയം പോകുന്നത്. അപ്പം ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇപ്പം അതൊക്കെ അരിഞ്ഞ് വെക്കുവാണെങ്കിൽ എനിക്ക് അത് സമയം കളയണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് അരിഞ്ഞ് വെക്കാമെന്ന് തീരുമാനിച്ചു. 2 മുട്ടയുണ്ട്, അതും കൂടി പൊട്ടിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചങ്ങ് വെക്കാം. ഇതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം പിച്ചാത്തിയൊക്കെ. നമുക്ക് ആ പിച്ചാത്തി അങ്ങ് മാറ്റി വെച്ചോക്കെ, ഇനി ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും ഈ താഴെ വീഴുന്നൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയാൽ പിന്നെ പ്രത്യേകിച്ച് അതൊരു പണിയല്ല, അല്ലേ? ഇതെല്ലാം പിന്നെ വൃത്തിയാക്കുന്ന ഭയങ്കര പണിയാണ്. ആ കഴുകി വെച്ച് ചെത്ത് നമുക്ക് മാറ്റി വെക്കാം, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതൊക്കെ നമ്മുടെ ചോറ് ഇവിടെ തിളച്ചു. അപ്പം അത് നമുക്ക് ഓഫ് ചെയ്തേക്കാം. വെള്ളം ഉരച്ചു. അപ്പം ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് തീരെ കുറച്ച് മതി ഉപ്പ്. കറിവേപ്പില എടുത്ത ഇരിപ്പില്ല. അപ്പം വന്നു കഴിയുമ്പോൾ ഞാൻ കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഞാനങ്ങ് കത്തൊക്കെ ഇട്ടിട്ട് ഞാനങ്ങ് പൊരിച്ചെടുക്കും. അപ്പം അത് റെഡിയായി. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് പിന്നല്ലേ എടുക്കുന്നുള്ളൂ. അപ്പം ഈ നമ്മുടെ ചാക്സണിലേക്ക് നമുക്ക് ഈ ചോറ് എടുത്താൽ മതി, അങ്ങോട്ട് വെക്കാം. ഇത് വേണ്ടിയിരുന്ന് വെന്തോളും. വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഊറ്റിയെടുത്താൽ മതി. ഉരച്ച വെള്ളം ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്യുവാണ്. ഇത് നമ്മുടെ ഈ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ബാക്കി ഫുള്ള് നമ്മൾ എടുത്തായിരുന്നു. അപ്പം അതൊന്ന് ചൂടായി അതിനൊന്ന് വേകട്ടെ. അതിനുള്ള സവോളയും തക്കാളി തേങ്ങാക്കൊത്തും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സവോളയും തക്കാളി തേങ്ങാക്കൊത്തും ഇതിനകത്തുണ്ട്. അപ്പം ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് കിടന്നപ്പോൾ ഒന്ന് വേകണമല്ലോ. ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് തന്നെ വേണ്ട, പെട്ടെന്നൊന്ന് വേഗം. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പിടിച്ചിങ്ങനെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ഇതൊന്ന് ഇളക്കി നോക്കട്ടെ. ചൂടല്ലേ, ഇളക്കി നോക്കിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ആ പിച്ചാത്തി വേണം, കഴുകി വെക്കുകയും ചെയ്തു. അപ്പം അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ കിടന്നത് മതി. ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. നല്ല ചൂടാണ്. അപ്പം അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുക്കാം. നമുക്ക് ഒന്ന് കഴുകിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി സോയാ ചങ്ക്സ് ഒക്കെ എടുത്തു. അതൊന്ന് അരിഞ്ഞും വെച്ചു. നമുക്ക് അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് മതി, ഞാൻ കുറച്ചേ ഉള്ളൂ ലോകപ്പാട്. അതുകൊണ്ട് ഇതിനൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക, ഇഷ്ടത്തിനനുസരിച്ചിട്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശകലം മസാല കൂടി ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ നമ്മുടെ കയ്യിലുള്ളത് ഏതെങ്കിലും. ഇപ്പം മീറ്റ് മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ മീറ്റ് വാങ്ങിയില്ലെങ്കിലും
മീറ്റ് മസാല വാങ്ങാറുണ്ട് നമ്മൾ. ചിക്കനാണ് നമ്മൾ കൂടുതലും വാങ്ങുന്നത്. കൂടുതലെന്ന് വെച്ചാൽ ചിക്കനെ വാങ്ങാറുള്ളൂ, ചിക്കനും മീനും. അല്ലാതെ ബീഫോ അങ്ങനെയുള്ള കറികളൊന്നും വാങ്ങത്തില്ല. പക്ഷേ എന്നാൽ നമ്മൾ മീറ്റിൻ്റെ മസാല വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി. പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാകത്തിന് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അടുത്താകും. ചെറിയ പാത്രമായിപ്പോയി. ഇങ്ങനെ വെച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ താഴെ വീണാലും എണ്ണയ്ക്കകത്ത് വീണോ. ഞാൻ വിചാരിച്ചു ഈ പാത്രം മതിയാവും, കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. സാരമില്ല, ഇനിയിപ്പോൾ നമുക്ക് താഴെ വീണാലും ആഹാ അതൊന്നും താഴോട്ട് പോയി. അപ്പോൾ എല്ലാത്തിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചാൽ നമുക്ക് അതിൻ്റെ സവോള, തക്കാളി, തേങ്ങാക്കൊത്താണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ സാധനം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും നമുക്ക് തേങ്ങാക്കൊത്തൂടെ കടിക്കുമ്പോൾ. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം പക്ഷേ നമുക്ക് 2-3 പേർക്ക് നന്നായിട്ട് കൂട്ടാനുള്ളതായില്ലേ. സവോളയും തേങ്ങാക്കൊത്തും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ളതുണ്ടാവും. ഇതിവിടെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിക്കോളൂ. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിക്കോളൂ. നിരത്തിയിടാം. നമുക്കിതെല്ലാം അങ്ങോട്ട് മാറ്റി കൊണ്ടുവച്ച് കഴുകി വെക്കാം. ആ സമയത്ത് ഇത് കിടന്ന് ഫ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇന്നലെ അമ്മ രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒഴിക്കാൻ എനിക്ക് രസമുണ്ട്. പുളിശ്ശേരിയുടെ ആവശ്യമില്ല. പുളിശ്ശേരി വേണമെങ്കിൽ പുളിശ്ശേരി നമുക്ക് ഒന്നര സമയം തൈര് എടുത്ത് ഞാൻ ഒന്ന് കലക്കി ഒന്ന് അടിച്ചെടുത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് കടി പൊടിച്ചെടുക്കും. നമ്മുടെ പുളിശ്ശേരി റെഡിയാവും. അപ്പോൾ ചേട്ടനോട് ചോദിക്കണം ഏതാ വേണ്ടത്. അപ്പോൾ രസം ഉള്ളതുകൊണ്ട് രസം മതിയെന്ന് പറയുമായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ രസവും ഇത് ഫ്രൈയും സോയാ ഫ്രൈയും നമ്മുടെ മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ മുട്ട പൊരിച്ചത്. ഇവിടെ ഊണ് രാവിലത്തെ ഈ ചപ്പാത്തി മുട്ട പൊരിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വരാം. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നമ്മുടെ ഫ്രൈ അങ്ങോട്ട് റെഡി ആവാനായിട്ട് ഞാൻ മാറ്റി വെച്ചു. അവിടുന്ന് ഫ്രൈ ആവട്ടെ. അപ്പം തന്നെ ആവും, എല്ലാം റെഡി ആവും. ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ അത് നമുക്കിന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഇത് ഒരുപാട് അങ്ങ് കുഴഞ്ഞൊന്നും പോകണ്ട, ഇങ്ങനെ തന്നെ കിടന്നാൽ മതി. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും സവോളയും ഒക്കെ ഉള്ളൂ മൂക്കാനായിട്ട് ഇച്ചിരി താമസം. അപ്പോൾ അതോടെ കിടന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. ദോശക്കല്ലും കൂടെ ചൂടാക്കി വെച്ചു. ഞാൻ ചപ്പാത്തിക്കും ഞാൻ പറഞ്ഞ പോലെ എന്നും പറയുന്നത് ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെക്കും. എനിക്ക് ഭയങ്കര താമസമൊക്കെ കുഴയ്ക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ബോളാക്കി എടുക്കാം. കല്ല് ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പേപ്പറിലേക്ക് ബോളാക്കി ചപ്പാത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയാ ഫ്രൈ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ വലിയ പാൻ അതുപോലെ തന്നെ ഇരിക്കില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് അടച്ചു വെക്കാം. നമ്മൾ ചെറിയ പാത്രത്തിനകത്ത് ഇരുന്നോളൂ. തേങ്ങാക്കൊത്ത് കിടക്കുന്നത് നല്ല ടേസ്റ്റുമാണ്. നല്ലൊരു കഴിക്കുമ്പോൾ നല്ലൊരു ഇങ്ങനെ ക്രഞ്ച് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. കല്ല് ചൂടായി വരുന്നുണ്ട്. ചപ്പാത്തി പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തി ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം രാവിലത്തെ കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ചേട്ടൻ ഇച്ചിരി ഗ്രീൻ ടീ കൂടി എടുത്താൽ മതി. അപ്പം ഗ്രീൻ ടീ എടുത്ത് കൊടുത്ത ആളിനെ വിളിച്ച് അപ്പോൾ ആളെ എഴുന്നേറ്റോളൂ. പിന്നെ എനിക്ക് റെഡി ആയിട്ടങ്ങ് പോവാം. അപ്പം ചപ്പാത്തി ഗ്രീൻ ടീ കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഞാൻ അടയ്ക്കും. പിന്നെ ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഇവിടെ തീരും. രാവിലെ ഇന്നത്തെ കറികൾ മുഴുവൻ തട്ടിക്കൂട്ട് കറികളാണ് എല്ലാം. ചില ദിവസം അങ്ങനെ, എല്ലാ ദിവസവും നല്ല കറികളൊക്കെ കൂട്ടിയാൽ ബോറടിക്കത്തില്ലേ അല്ലേ. അപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ അടുത്തതും കൂടി പരത്തിയെടുക്കും. അപ്പം നമ്മുടെ ചപ്പാത്തി പരിപാടി നമുക്കിവിടെ ലാസ്റ്റിലത്തെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതും കഴിയാറായി.
ഇതെല്ലാം എടുത്ത് തിരിച്ചൊക്കെ വെക്കട്ടെ. അതും കൂടി കഴിഞ്ഞ് ഗ്രീൻ ടീ കഴിഞ്ഞപ്പോൾ അടുക്കള ക്ലോസ്. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മടിയോ, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ വിശക്കാതിരുന്നോളൂ. ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ഉച്ചവരേക്ക് സുഖമായിട്ട് സമയം പോകുന്ന അറിയത്തില്ല. പക്ഷെ വേറെ എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് വിശക്കും. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കും വേറെ എന്തെങ്കിലും മതിയോ. ആഴ്ച 6 ദിവസം പുട്ട് മതിയെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം ചപ്പാത്തി, സൺഡേ ചപ്പാത്തി, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം പുട്ട്. അതാകുമ്പോൾ എളുപ്പമുള്ള പഴം വാങ്ങിച്ചാൽ മതിയല്ലോ. പക്ഷെ നടക്കാത്ത കൊണ്ട് നമ്മൾ ചപ്പാത്തിയിലേക്ക് പിടിക്കും. അപ്പം നമ്മുടെ ചപ്പാത്തി പരിപാടി ഇവിടെ കഴിഞ്ഞു. യെസ്, നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഗ്രീൻ ടീക്കുള്ളത് വെക്കാം. മധുരം ഇട്ടാണ് ഗ്രീൻ ടീ കുടിക്കുന്നത്. സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. ഇട്ട് കൊടുക്കുമെന്ന് പറയാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇടുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് മധുരമാവും. ഒരു 3/4 ഗ്ലാസ് കാപ്പി ചായയേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റാണ്. ഇപ്പോൾ ഇവിടുത്തെ പൊടിയെല്ലാം കൂടെ തുടച്ച് വൃത്തിയാക്കി ഗ്രീൻ ടീ കൂടെ എടുത്ത് അതിൻ്റെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ ജിമ്മിൽ പോകുമ്പോൾ റെഡി ആയി കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ എന്താ അടുക്കള പരിപാടി ഇവിടുത്തെ കഴിഞ്ഞു. ഇനി ഞാൻ പോകാൻ വേണ്ടി റെഡി ആകുവാണ്. അപ്പോൾ നമുക്ക് ഇനിയും പോകുന്ന സമയത്ത് കാണാം. അടുക്കള ഇടയ്ക്ക് വേണേ. അപ്പോൾ റെഡിയായി നേരെ ജിമ്മിലോട്ടാണ്. അപ്പം നാളെ കാണാം. അതുവരെ നേരെ ജിമ്മിലോട്ടാണ്. അപ്പോൾ പോയിട്ടൊക്കെ വരട്ടെ. അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.